ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടിട്ട് വന്നിരിക്കുന്നത് അച്ചു രാവിലെ മുറ്റം തൂത്തുവാരിച്ചൊക്കെയാണ്. അച്ചുവിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അച്ചു തൂത്ത് വരാനൊക്കെ ഇറങ്ങി. ഇതാണ് പറഞ്ഞാൽ ഇവിടെ ഈ ചെടിയുടെ ചോട്ടിലൊരു കാടുണ്ട്, അവിടെ ഒരു പ്ലാസ്റ്റിക് കിടപ്പുണ്ട്, അതും കൂടെ എടുത്തുകളാം വൃത്തിയായിട്ട്. അതുകൊണ്ട് ഈ മണ്ണ് ചൂലുകൊണ്ടിങ്ങനെ കുത്തി കുത്തി അത് മഴ പെയ്യുമ്പോഴത്തേക്ക് വന്ന് ട്രാവലർ വിട്ടിട്ട് കഴിവൊക്കെ ചെയ്യുമ്പോൾ പറ്റുന്ന മണ്ണങ്ങനെ. ബാ എന്നിട്ട് വല്ലതും വന്ന് കഴിക്കേ. രാവിലെ സൂര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട്. സൂര്യൻ ചേട്ടൻ കണ്ടോ, സൂര്യൻ്റെ വെട്ടം കണ്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഫേസ് പാക്കാണ്, ഫേസ് മാസ്ക് ആണ് നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിടയ്ക്കൊക്കെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് എൻ്റെ മുഖത്തിന് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുഖത്തേക്ക് ഒരു ഈ എന്നാ ടാനടിച്ചൊക്കെ മാറും. അതുപോലെ തന്നെ മുഖത്തെ മുഖമൊക്കെ ഇങ്ങനെ തൂങ്ങുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതിനെല്ലാം നല്ലപോലെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്യൂട്ടി ടിപ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഒന്ന് കാണുക. നല്ല അടിപൊളി ചൂരക്കറി തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കാണുക. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് തുടങ്ങാം. എന്നൊക്കെയാണ് ഞാൻ മുഖത്ത് തേക്കാൻ ചെയ്തതിന് മുമ്പേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീണ്ടും പുതുതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൂടൊക്കെ വേണ്ടിയാണ്. അപ്പോൾ എന്നാണ് ഞാൻ മുഖത്ത് ചെയ്യാനായിട്ട് എടുക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരുപാട് പൈസ ചിലവുള്ളതൊന്നുമല്ല, സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ അതൊന്ന് നോക്കുക എല്ലാവരും. ഞാൻ ഇപ്പോൾ അതിനൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാമേ. ഇപ്പം നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടത് മുട്ടയുടെ വെള്ളയാണേ. മുട്ടയുടെ വെള്ള മാത്രം മതി, ഉണ്ണി വേണ്ട. എടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് ബ്രൂവിൻ്റെ പൊടിയാണേ. ഇത് നമുക്കൊരു ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഫേസ് മാസ്ക് എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊരു മാസ്ക് മാതിരി ലാസ്റ്റ് നമ്മൾ ഉരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തിന് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി എൻ്റെ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയായിട്ട് വരട്ടെ. മുഖത്തെ ഞങ്ങൾ പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്തതല്ലേ, പിന്നെ മുഖത്ത് പൗഡർ ഇട്ടതിൻ്റെയും ഒക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് നല്ലപോലെ, ഞാൻ നീമിൻ്റെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫേസ് വാഷ് ഇട്ട് നല്ലപോലെ മുഖം കഴുകി വെച്ചോട്ടെ. ഇതുപോലെ നല്ലപോലെ മിക്സായി. അപ്പോൾ ഞാൻ മുഖമെല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് കേട്ടോ. മുഖമെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇടാം. ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപ്പെട്ട പായ്ക്കൊന്നും പിടിക്കുകയല്ല കേട്ടോ. ഇനിയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മുഖം, ചിലത് എനിക്ക് മുഖം നല്ലപോലെ കറക്കാറാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഞാനങ്ങനെ വീഡിയോയിൽ ഇടാറില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്ത് അന്നേരം നല്ല റിസൾട്ട് കിട്ടും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഴയ പോലെ തന്നെയാകും മുഖം. പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ വേറെ ഒരു സാധനം എൻ്റെ മുഖത്ത് അങ്ങനെ പരീക്ഷണം നടത്താറില്ല. പിന്നെ എനിക്ക് കൊള്ളാവുന്നത് മാത്രമേ ഉള്ളൂ, എനിക്ക് പ്രയോജനം കിട്ടുന്നത് അത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. നല്ല റിസൾട്ടാണ്, നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയാണ് ഇത് കഴിയുമ്പോഴത്തേക്ക്. അത് 2-3 ദിവസത്തേക്ക് നല്ല, നമ്മൾ ഒരുപാട് വെയിലൊന്നും കൊള്ളാതെ നടന്നാൽ നല്ല ഇതായിട്ട് മുഖം കിട്ടും. നമുക്ക് എവിടെയെങ്കിലും കെന്നിലൊക്കെ കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് നല്ലതാണ് മുഖത്തിന്. അപ്പോൾ നാളെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വിരുന്നുകാരില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ വിരുന്നുകാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്ക് മുന്നിലൊന്ന് അടിപൊളിയായിട്ട് നിൽക്കേണ്ടേ നിങ്ങൾക്കും. ഒരുപാട് ഇതൊന്നുമില്ല, വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്വസ്ഥമാകുമ്പോഴത്തേക്ക് ചെയ്താൽ മതി, അല്ലാതെ ധൃതി ഒന്നും വെച്ച് ചെയ്യേണ്ട. അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കേണ്ടതുകൊണ്ട് ഞാനിത് വൈകുന്നേരമാണ് മിക്കപ്പോഴും പറ്റുന്നത്. വൈകുന്നേരം പറ്റുമ്പോൾ നമുക്കുള്ള ഗുണം വെച്ചാൽ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ ടിഷ്യൂ പേപ്പർ എന്നിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. ടിഷ്യൂ പേപ്പർ ഒരുപാട് ചുളുങ്ങാതെ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഏകദേശം ഞാൻ വാരി ടിഷ്യൂ പേപ്പറെല്ലാം ആയിട്ട് എല്ലാവർക്കും ചിരിയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ചിരി വരുമായിരിക്കും, പക്ഷെ ഒരുപാട് ഞാൻ ചിരിപ്പിക്കുന്നില്ല. എൻ്റെ ഒരു ടർക്കി ഉണ്ടായിരുന്നു, നീ അത് കണ്ടില്ല. ഇത് പക്ഷെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു പ്രാവശ്യം ചെയ്താൽ നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യും. ഇത്
ചെയ്ത് കഴിയുമ്പോഴല്ലോ നമ്മുടെ മൂക്കൊക്കെ ഉണ്ടല്ലോ ചെറിയമ്മ നമ്മളമ്മനെ ഓർത്ത് പോകുന്നത് തന്നെ നമ്മുടെ തന്നെ മൂക്കാണോ എന്ന് തന്നെ പോലെ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് തിളക്കമാണ്, അത്രയ്ക്ക്. ഞാൻ പറയും സത്യം തന്നെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ, സത്യം പറയുന്നത്, എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനും മുഖത്തിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഒരു ലെയറും കൂടി ഇട്ട് കൊടുത്ത്, ഇനി നമുക്ക് ബാക്കി ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. നമുക്കിത് വീണ്ടും ഉപയോഗിക്കാം, എടുത്തടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം ഇനി സംസാരിക്കുകയൊന്നും ചെയ്യരുത്. ഉണങ്ങിക്കഴിഞ്ഞത് നമ്മുടെ കുഞ്ഞ് ഹെയറൊക്കെ ഇല്ലേ, നമ്മുടെ വിരിയൊക്കെ കുഞ്ഞ് ഹെയറായിട്ടുള്ളവർ അത് ലോട്ട് കൊണ്ടുവന്ന് മുട്ടിച്ചിടരുത്. അല്ലാതെ നമ്മുടെ മുഖത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് ഹെയറില്ല, അതെല്ലാം ഇത് നമ്മൾ ഇളക്കുന്ന കൂടെ ഇളകി പോകുന്നുള്ളൂ കേട്ടോ. ഇതൊരു പീലപ്പ് മാതിരിയാണ്. ഇത് ഉണങ്ങുന്നതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ, അല്ലാതെ ഇത്ര മിനിറ്റ് എന്നല്ല, ഇത് ഉണങ്ങുന്ന. ഞാൻ ഫാൻ്റെ കീഴിലോട്ടിരുന്ന് ഉണക്കും, അതല്ലെങ്കിൽ നമുക്കിത് മുഖത്ത് വെച്ച് നമ്മുടെ ജോലി ചെയ്ത് നടക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി പരിപാടികളുണ്ട്, അതൊക്കെ ചെതിച്ച് വരുമ്പോഴത്തേക്ക് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് കാണാവേ. നല്ലപോലെ ഉണങ്ങി കേട്ടോ. ഇനി നമുക്കിത് പതിയെ ഇളക്കാവേ. ഇത് കണ്ടോ, കണ്ടോ, നല്ല റിസൾട്ട് അല്ലേ, കണ്ടോ. ഇതാണ്, എനിക്കിവിടെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഉണ്ട്, അതേലോട്ട് ബ്രൂവിൻ്റെ പറ്റിയിട്ടുണ്ട്, അതാണ് അത്രയും ഡാർക്കായിട്ട് തോന്നിട്ടോ. ഇതുണ്ടോ, നല്ല മാസ്ക് ആണ് കേട്ടോ. നല്ല ഒരു നമ്മളത് എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ 2-3 ദിവസം കഴിഞ്ഞ് നമ്മുടെ മുഖത്ത് നല്ല കളറായിരിക്കും. എൻ്റെ ഇവിടെ മൂക്കുരു വന്നതിൻ്റെ ചെറിയൊരു പാടുണ്ട്. മുഖം നല്ല ഗ്ലോ ആകും. ഇനി മുഖം നല്ല പോലെ കഴുകണം എനിക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണമൊക്കെ അല്ലേ, നമുക്ക് അടിപൊളിയാകാന്നേ. വലിയ ചിലവില്ലാതൊക്കെ നമുക്കൊന്ന് അടിപൊളിയാകണ്ടേ. അപ്പം അങ്ങനെ ഒന്ന് അടിപൊളിയാകാൻ നോക്കുക. വലിയ ചിലവൊന്നുമില്ല, നല്ല റിസൾട്ടാണ്. ഇനി മുഖം എല്ലാം ഒന്ന് കഴുകിയിട്ടും കൂടെ വരാവേ. കഴുകി ഒന്ന് തുടച്ചും കൂടെ വരാം. ഇപ്പം ഞാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകി കേട്ടോ, നല്ലപോലെ കഴുകി നല്ല വൃത്തിയാക്കി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ തുടങ്ങുവാണ്. കുക്കിംഗ് ഒക്കെ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ ചൂര മേടിച്ചിട്ടുണ്ട്. ഞാൻ ഏട്ടൻ മേടിച്ച് ചേട്ടൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, ചൂര മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങ വറുത്തരച്ച് കറി വെക്കാനായിട്ടാണ്. അപ്പോൾ അത് ഞാൻ വെക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പടിവാതിക്കലെത്തിയെന്നറിയാം. ഉച്ച തിരിഞ്ഞാൽ അച്ചിമാർക്ക്, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ അത് പറഞ്ഞു തന്നത് എന്നിട്ട് മറന്നുപോയി. അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്, നമ്മുടെ ജയിച്ചിക്ക് അറിയാൻ പറയാനായിട്ട്. അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇനി തിരക്കൂടും. അച്ചാറൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ പണിയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ തേങ്ങ ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, ചൂര വറുത്തരച്ച് കറി വെക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മ വെച്ചൊക്കെ കൂട്ടിയിട്ടുണ്ട്, ഇവിടെ ഇവർക്കൊന്നും ഇഷ്ടമൊന്നും വെച്ചിട്ടില്ല. അപ്പം ഇന്നൊരു ഇച്ചിരി ഊമ്പിരിക്ക കറി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ അമലയോട് ചോദിച്ചു, അവൾ വറുത്തരച്ച് കറി വെക്കും. അപ്പോൾ അവൾ കുറച്ച് പറഞ്ഞു തന്നിട്ട് പിന്നെ യൂട്യൂബിലൊക്കെ കയറി തപ്പി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കറിവെപ്പാണ്. ഇവരൊക്കെ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇച്ചിരി വെക്കുന്നുണ്ടോ, ഒരു ശകലം മീനിട്ട് വെക്കുന്നുണ്ട്, ബാക്കി വറക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറക്കട്ടെ. അപ്പോൾ തേങ്ങ വറക്കുന്നതിന് ഞാൻ ഇതിനകത്തോട്ട് ചുമന്നുള്ളിയും, ഇത് തേങ്ങ ചേർൻ്റെ പാത്രം കേട്ടോ, ചുമന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്,
പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് മല്ലിപ്പൊടി ചേർക്കണം, മുളക് പൊടി ചേർക്കണം, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം, ഒരു ശകലം കുരുമുളക്, പിന്നെ ഇച്ചിരി ഉലുവ, പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പില. ഇത്രയൊക്കെ ഒന്ന് വറുത്ത് എല്ലാം എടുക്കട്ടെ. വറുത്തെല്ലാം എടുത്തിട്ട് നമുക്ക് കാണാം. ചൂര ഫ്രിഡ്ജ് വെച്ചൊക്കെ എടുക്കട്ടെ. വേണ്ട, അവൾ എന്നെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം മതി, സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ സഹായിക്കാനാന്നൊക്കെ പറഞ്ഞ് നിന്നാണേ മടിച്ചാന്നേ, ഭയങ്കര ഉഴപ്പാ. ഇനി ഒരെണ്ണം മതി ഇന്ന്. ഇതുപോലെ ഒരെണ്ണം എടുത്ത് കറി വെക്കാനായിട്ടും വറക്കാനും കൂടി എടുക്കാനായിട്ടോ. ചെറിയ ചൂരയാണ്, പക്ഷെ കുഴപ്പമില്ല, ചൂര വറുത്തരച്ച് വെക്കാനായിട്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതുപോലെ ഒരെണ്ണം എടുക്കാൻ. ഇത് അപ്പുറത്തെ ചീൻചട്ടിയിലോട്ട് വെച്ചാൽ ഞാൻ വരുന്നു, എൻ്റെ കൈ കഴിയിട്ടോട്ട്. ഭയങ്കര അലമ്പാന്ന്. ചുമ്മാ പരീക്ഷ സമയത്ത് എന്നോട് പറഞ്ഞ അമ്മ ഒന്നും അറിയണ്ട, പരീക്ഷയും കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ ഞാനൊക്കെ സപ്രപഞ്ചത്തെ വെച്ചുകൊണ്ട് നടക്കുന്നു പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നേ, ചേട്ടൻ വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കാനായിട്ട് ബെല്ല് അതിനകത്ത് ഇതായി. ഞാൻ അന്നേരം തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇവിടെ ഈ അച്ചുവിനൊന്നും അടുക്കള കയറ്റാൻ കൊള്ളത്തില്ല. നീ അടുക്കള കയറിയാലുണ്ടല്ലോ അടുക്കളയിലെ എന്നാ പായസത്തിനുള്ള മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം പേർക്ക് തീറ്റിയാ പരിപാടി. പറഞ്ഞാൽ ഓഹോ നിനക്ക് വേണ്ടി മേടിച്ച് അയ്യമ്മ നിന്നെ സൂപ്പിക്കാൻ പറഞ്ഞ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ വന്നതാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നു. പിന്നെ എന്നായിരുന്നു, ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സും കൂടി ഇടുന്നുണ്ടേ. അപ്പം ഞാനത് ചെയ്തേച്ച് കുക്കിങ്ങിനെ കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റിൻ്റെ അയ്യര് കളിയാന്നേ, അതൊന്നും താങ്ങാൻ വയ്യ. നാളെ ഒരു നല്ല ദിവസമല്ലേ, നല്ല ദിവസം ആയിക്കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് അവർ നേരത്തെ മുഖത്തെ ഇതും പറഞ്ഞിട്ട് പിന്നെ അവർ കുക്കിങ്ങിൻ്റെ കാണിച്ചു എന്നുള്ള നെഗറ്റീവ് കമൻറ്റ് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ആദ്യം അത് ചെയ്തിട്ട് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. കുക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാം കഴിഞ്ഞാണ് ഞാനത് ചെയ്യുന്നത്. ചെയ്തേച്ച് അതിന് മുമ്പ് കറിയെല്ലാം വെക്കുന്നതെല്ലാം കാണിച്ചു വെച്ച്, കറിയെല്ലാം വെക്കുന്നതെല്ലാം എടുത്തേച്ച് ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ കാണിച്ചു വെച്ച്, ആ ഫേസ് പാക്ക് ഇടുന്നത് ആദ്യം കറി വെക്കാൻ എടുത്തത് രണ്ടാമതും ആയിട്ട് വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. നല്ല വെയിലാണ് വെളിയിൽ. നാളെ ഇതുപോലെ ആയിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും അത്തപ്പൂ, ഞങ്ങളിവിടെ തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് അത്തപ്പൂ ഇടുന്നത്. നമ്മുടെ കടയിൽ നിന്ന് അങ്ങനെ പൂവൊന്നും മേടിക്കാറില്ല കേട്ടോ. നമ്മുടെ മുറ്റത്തുള്ള പൂക്കൾ, പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെ പൂക്കൾ, അങ്ങനെയൊക്കെ എല്ലാം കൂടെ പറിച്ചൊരു അത്തപ്പൂക്കളം ഇടയിലാണ്. അല്ലാതെ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്തൊക്കെ പൂവൊന്നും മേടിച്ച് അങ്ങനെ നടത്തില്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ ഇടുവാണ്. ഇവിടെ വന്ന നാൾ മുതൽ എനിക്കൊന്ന് അമ്മ ഞങ്ങളെ വിട്ടു പോയ ആ വർഷം മാത്രമേ ഉള്ളൂ അത്തപ്പൂ ഒന്നും ഇടാതിരുന്നത്. ബാക്കി എല്ലാ വർഷവും ഞങ്ങളോട് അത്തപ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ക്ലബിൻ്റെ ഒക്കെ മത്സരം ഉണ്ടായിരുന്നു. കൊറോണ സമയത്തൊക്കെ ക്ലബിൻ്റെ ഒക്കെ മത്സരം ഉണ്ടായിരുന്ന സമയത്ത് അവർ വീട്ടിലായിരുന്നു അന്ന് വന്ന് മാർക്കിടാൻ വരുന്നത്. അന്നേരം സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്ന ഞാനാണ് കേട്ടോ. പറഞ്ഞെല്ലാം കൊടുക്കും. പിന്നെ സമ്മാനം മേടിക്കുന്ന ഇവർ. എനിക്കിനി കുറച്ചൊക്കെ ജോലിയുണ്ട് ഓണത്തിൻ്റെതായിട്ട് എടുക്കാനായിട്ടുള്ളത്. അതൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരുപാടൊന്നും ഇല്ല. എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഉലുവയാണേ, ഉലുവ ഒരു ശകലം ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഉലുവായിട്ട് നല്ലൊന്ന് പൊട്ടിച്ചേച്ച് തേങ്ങ വറുത്തെടുക്കാം. നല്ലൊരു പാട്ടല്ലേ അത്. ഞാൻ നേരത്തെ എല്ലാ പ്രാവശ്യം ഓണത്തിന് സ്റ്റാറ്റസ് ഇടുന്ന ആ പാട്ടായിരുന്നു. നമ്മൾ ഈ തീയലിനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇതുപോലെ വറുത്തരച്ചൊക്കെ വെക്കുന്ന, തേങ്ങ വറുത്തരച്ച് വെക്കുന്നതിനൊക്കെ ഇച്ചിരി
മിക്സിയിലിട്ട തേങ്ങ ഒന്ന് പൊടിച്ചേച്ച് വറുക്കാൻ കണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും, ഒരുപോലെ വറുത്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, കുക്കിങ്ങും വീഡിയോയും കൂടെ ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പം മുഖവും പിന്നെ കുക്ക് ചെയ്യുന്നതും കൂടെ ഒന്നിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ലെന്നേ. പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിവിടെ ഫോൺ വെക്കാനുള്ള സൗകര്യമില്ല. ഒന്നെങ്കിൽ അങ്ങ് ലോങ് ആയി പോകും, അല്ലെങ്കിൽ അപ്പോഴും പിന്നെ ഇവിടെ സിങ്കാണ് നിൽക്കുന്നത്, അതിനകത്തോട്ടായി പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇനി എല്ലാവർക്കും എന്നതൊക്കെയാണ്, എല്ലാവരും വയനാട്ടിൽ ഇതൊക്കെ കൊണ്ട് മിക്കയിടത്തും ഓണപ്പരിപാടി ഒന്നുമില്ല. നമ്മളങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന മാത്രമാണ് തിരുവോണത്തിനാണ് നമ്മൾ കറി വെക്കുന്നത്. അല്ലാതെ എല്ലാം ഉണ്ടാക്കി വെച്ച് ഇവിടെ ഇവർക്ക് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ചില കറികളൊക്കെ ഇഷ്ടമാണ്, ചിലതൊക്കെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരും കഴിക്കുന്ന പോലത്തെ മാത്രം, അതും ഒരുപാട് വെച്ച് വൈകുന്നേരം ആകുമ്പോൾ ഫ്രിഡ്ജിലോട്ടുള്ള തള്ളിക്കയറ്റി വെപ്പുമില്ല. എനിക്ക് ആവശ്യത്തിനുള്ള ഉണ്ടാക്കുമ്പോൾ 2 പേർക്ക് മാത്രം കൂടുതലായിട്ട് ഉണ്ടാക്കും. കാര്യം ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ അവർക്ക് കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരുപാട് ഉണ്ടാക്കി വെക്കത്തില്ല. ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ച് ബാക്കി ഈ കുറച്ച് ആവശ്യമുള്ള മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നാ, നമ്മൾ ഈ ഓണത്തിനൊക്കെ ഒരുപാട് കറികളുള്ളപ്പം ഒത്തിരി ഒന്നും ആരും കഴിക്കുകയല്ല, ഇച്ചിരിയേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ വെച്ച് ഉണ്ടാക്കി എടുക്കാറില്ല, കുറേശ്ശെ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഓണത്തിന് നമ്മൾ പ്രത്യേകിച്ച് ആരും വരാനില്ല. ഇതുവരെ ആരും വരുന്നൊന്നും എടുക്കുന്ന അങ്ങനെയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നേരത്തെയൊക്കെ പറഞ്ഞാലല്ലേ നമുക്കത്. പിന്നെ ആരും അങ്ങനെ വരത്തില്ല, വരാനാരുമില്ല, ഞങ്ങളൊക്കെ തന്നെയുള്ളൂ. അതിന് തേങ്ങയായിട്ടൊന്ന് നല്ലപോലെ വറുത്തൊക്കെ എടുക്കട്ടെ. ഇന്നലെ നമ്മുടെ അജിത ചേച്ചി പിന്നെ രവിചേട്ടനും കൂടെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. മാവേലിയുടെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് പണ്ടത്തെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലുള്ള പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു കേട്ടോ. എനിക്കും പാട്ട് പക്ഷെ എനിക്ക് അക്ഷരങ്ങളൊക്കെ എല്ലാം കറക്റ്റാണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പാട്ട് എന്താ, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും രവിചേട്ടൻ പറഞ്ഞാൽ എനിക്കൊന്ന് രവിചേട്ടന് ഇങ്ങനെയുള്ള പാട്ടൊക്കെ നല്ല അക്ഷര സ്ഫുടതയോടുകൂടി പാടാൻ അറിയാം കേട്ടോ. ഞാൻ ഇതിൽ കുറേ പ്രാവശ്യം പാട്ടിരുന്ന് കേട്ട്. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് കഴിയാറായി കേട്ടോ. വാചം അടിച്ച് നിന്ന് തേങ്ങയൊക്കെ മൂത്തു. ഇനി ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾ പൊടി, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ശകലം പൊടിയെ ചേർക്കണോളെ. ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് എടുക്കട്ടെ. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം വറുത്തെല്ലാം കഴിഞ്ഞു കേട്ടോ. അതെല്ലാം വറുത്തെല്ലാം വെച്ചു. ഇനി ഇതൊന്ന് തണുത്ത് ഇട്ട് ഇനി അരച്ചെടുക്കണം. ഇന്നത്തേക്ക് മീനെല്ലാം ഒന്ന് വെട്ടി റെഡിയാക്കിക്കൊണ്ട് വരട്ടെ. മീനെല്ലാം വെട്ടിയെടുത്തു കേട്ടോ. വെട്ടിയെടുത്ത് ഇനി ഇതിലേക്ക് ഇച്ചിരി കടുക്, എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കടുക് ഇട്ടിട്ട്, കടുകും പിന്നെ ഇച്ചിരി ഉള്ളി കുഞ്ഞായിട്ട് നമ്മൾ തീയലിനൊക്കെ അരിയത്തില്ലേ അതുപോലെ ഉള്ളി, ഒരു ഇച്ചിരി പച്ചമുളകും, ഇതൊന്ന് വഴറ്റിയിട്ട് തക്കാളിപ്പഴം ഇതിലേക്ക് ചേർക്കും. കുറച്ച് തക്കാളിപ്പഴം കൂടെ, ഒരുപാടൊന്നുമില്ല, ഇച്ചിരി ചേർക്കും. നമുക്ക് ഇച്ചിരിയും കറിയല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരിയും തക്കാളിപ്പഴം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ശകലം കറിവേപ്പിലയും കൂടെ ഇടുന്നേ. ഞാനിത് ആദ്യമായിട്ട് വെക്കുക കേട്ടോ. വീട്ടിൽ അമ്മ വെച്ച് കൂട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇവിടെ ചേട്ടന് അതിനോട് വലിയ താല്പര്യമില്ല. എന്നാൽ രണ്ടുപേരൊന്നും ഉണ്ടാക്കുക,
നമുക്ക് നോക്കാൻ നോക്കാം. തേങ്ങയും എല്ലാം വറുത്തരച്ചത് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇനി ചേർക്കുക. ചിലർ വാളംപുളിയാണ് ചേർക്കുന്നത്, പക്ഷേ ഞാൻ ഇച്ചിരി കുടംപുളിയാണ് ചേർക്കുന്നത്. ഞങ്ങളൊക്കെ വീട്ടിൽ കുടംപുളിയാണ് ചേർക്കുന്നത്. നല്ല പുളി, ഒരു കുഞ്ഞ് കഷ്ണം ഇട്ടാൽ മതി കേട്ടോ. ഇനി നല്ല വെള്ളം തിളച്ച് വെച്ച് മീൻ ഇതിലേക്കിടെ ഉപ്പും കൂടെ ചേർക്കട്ടെ. അരിപ്പൊക്കെ തിളച്ച് തുടങ്ങി. നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വെന്ത് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി കേട്ടോ. മീൻകറിയൊക്കെ റെഡിയായി. ഇനി അതിലേക്കൊരു ഇച്ചിരി കറിവേപ്പിലയോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഓക്കെ ആയി. ഉപ്പും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ വറുത്തരച്ച കറി റെഡിയായി. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി. മീൻകറി എല്ലാം റെഡിയായി. ഇനി എല്ലാവർക്കും ഉണ്ണാനൊക്കെയുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഓണവിശേഷങ്ങളാണ്. അതൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.